ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പം തന്നെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ തമ്മിൽ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തേത് ഡെലിവറി സ്റ്റോറിയാണ്. അപ്പം 2-3 ദിവസമായി ഞാൻ വീഡിയോയിലൊന്നും വരാത്തത്, കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഇപ്പം മച്ചനേവിയുടെ വീഡിയോസ് പറയാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ അറിയുന്നത് എന്തായാലും ഏട്ടൻ തന്നെയായിരിക്കും. അപ്പോഴ് പിന്നെ ലൈവെല്ലാം പോകുന്നുണ്ട്, ഇപ്പം ഫുൾ ടൈം ലൈവാണ്. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല, പെട്ടെന്ന് വീഡിയോ എടുത്ത് നമുക്ക് തീർക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അതുപോലെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്താ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലേ വേണ്ടോ, ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് എന്റെ വീഡിയോ എടുത്ത് കാണാലോ. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും സജഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യണം പ്ലീസ്. അപ്പോഴേ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ ഞാൻ പാർട്ട് ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. കാരണം ഇത് ഡെലിവറി സ്റ്റോറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പറയാനുണ്ട്, കുറച്ചധികം എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ വീഡിയോയിൽ പറയാനിരുന്നു കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും അതൊരു മടുപ്പാകും, നമുക്ക് മടുപ്പില്ല നമ്മളെ ഡെലിവറി സ്റ്റോറിയിൽ, കാരണം നിങ്ങൾക്ക് അതൊരു കുറച്ച് മടുപ്പിക്കലായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്തിട്ട് പോവാം. ഡെലിവറി സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് അഡ്മിറ്റ് ആയതിനെ കുറിച്ചിട്ടാണ്. പറഞ്ഞത് ഓഗസ്റ്റ് 7-ാം തീയതി ആയിരുന്നു അഡ്മിറ്റ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ പനീന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പനി അങ്ങനെ പിന്നെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹസ്ബൻഡിന്റെ ഏട്ടൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. വീട്ടിൽ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് പെട്ടിയെല്ലാം തയ്യാറാക്കി വെച്ചോ, അമ്മേൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചോ എന്നെല്ലാം പറഞ്ഞ് നമ്മളിങ്ങോട്ട് വന്ന്. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി, ഇനിയിപ്പോ നാളെ തന്നെ പ്രസംഗിപ്പിക്കോ, മറ്റന്നാളല്ലേ പറഞ്ഞത്, അങ്ങനെല്ലാം പറഞ്ഞ്. പിന്നെ ഫിസിഷ്യനെ അവിടെ നിന്ന് കാണിച്ച് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് എല്ലാം തന്നു പനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആരും പനിയൊന്നും വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യരുത്, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക. അപ്പൊ എനിക്ക് ഗൈനക്കോളജിസ്റ്റ് തന്നെ, അതായത് ബിന്ദു കോശി മാമിനെ ഡോക്ടറെ റെഫർ ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ഫിസിഷ്യനെ കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ ഉറങ്ങൊന്നും ചെയ്തിട്ടില്ല, ഫുള്ളിങ്ങനെ. കാരണം ആ ഒരു ബേബി ബോംബ് ഇന്ന് കൂടിയല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് വാവിങ് വരും. അപ്പൊ വയറെല്ലാം നോക്കി ഒരേ ഇരിപ്പായിരുന്നു നമ്മള് രാത്രി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയായി. അപ്പം പിന്നെ എനിക്ക് അങ്ങനെ വലിയ പറയത്തക്ക ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, ഡെലിവറി ചെയ്യേണ്ടത്, പ്രസവിക്കേണ്ടതാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പേടി ഉണ്ടായിരുന്നു, നോർമൽ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ സി സെക്ഷൻ ആയിരിക്കുമോ അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും പ്രസവിക്കണമല്ലോ, ഏതിനായിക്കഴിഞ്ഞാലും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്കൊന്നും പെട്ടെന്ന് ഇപ്പൊ ഇത്രയും നല്ലൊരു ഭാവിയെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ വെറുതെ ഒന്നും വിഷമമൊന്നും അറിയാണ്ട് കിട്ടൂലല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ ഇവര് വീട്ടിൽ നിന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഏട്ടൻ്റെ വക നേർച്ച എന്തോ ചെയ്യാനുണ്ടായതുകൊണ്ട് കണ്ണൂരിലൊരു പള്ളിയിൽ പോയി. അപ്പൊ ഞാൻ ഇവിടുന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം ഓരോന്ന് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിന്. എന്നാലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു എല്ലാം അടുക്കി പെറുക്കി വെക്കലുണ്ടല്ലോ, അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ രണ്ടാളും, പിന്നെ എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മമ്മയും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് നമ്മളെ പാണ്ടക്കെട്ടെല്ലാം പെറുക്കി കെട്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിട്ട്. വീട്ടിൽ പോയിട്ട് അമ്മേനെ കൂട്ടി, തൊട്ടടുത്ത് തന്നെയാണ് വീട്, പോകുന്ന വഴിക്ക് അമ്മേനെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോൾ ബീന മാമിനെ ഒന്നുകൂടി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബീന മാം പറഞ്ഞത് ഓഗസ്റ്റ് 7-ന് അഡ്മിറ്റ് ആവാനാണ്. അപ്പം ബിന്ദു കോശി മാം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഓഗസ്റ്റ് 6-ന് അഡ്മിറ്റ് ആവാൻ പോയത്. അപ്പോൾ ബീന മാമിനെ കാണിച്ചപ്പോൾ അതേ ടെമ്പറേച്ചർ. ഇപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നൊന്നുമില്ല കേട്ടോ. അവിടുന്ന് ഡോക്ടറെ മരുന്നെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പനിയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു, അതിനൊരു ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പച്ച ലിക്വിഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തപ്പോഴേക്ക് തൊണ്ടവേദന ഉണ്ടായിനി. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. തൊണ്ടവേദന ഉണ്ടായിരുന്നുള്ള പനി കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവരെല്ലാം പറഞ്ഞ് പേടിച്ചിട്ട് വന്ന പനിയാന്നെല്ലാം വീട്ടിൽ നിന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ വന്നതൊന്നുമല്ല, ത്രോട്ട് പെയിൻ ആയിട്ട് വന്നു, പിന്നെ അത് പനിയായി, ഒരു ദിവസത്തെ ഒരു പനി വന്ന്. പിന്നെ നമ്മൾ ബീന മാമിനെ കാണിച്ചു. അപ്പൊ ഓക്കെ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ റൂമിന് വേണ്ടിയിട്ടുള്ള ഇതായി. നമ്മൾ വിചാരിച്ച റൂമൊന്നും നമ്മളെ ഡീലക്സ് റൂമോ പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം ബുക്ക് ആയിട്ടുണ്ട്. നമുക്ക് നോർമൽ റൂം തന്നെ ഒറ്റൊരു റൂമാ ബുക്ക് ചെയ്യാൻ പറ്റിയത്. അതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റിസപ്ഷനിൽ പോയിട്ട് ചോദിക്കുമ്പോൾ ഫുൾ ആയിരുന്നു. എന്നിട്ട് ഞാനും ഞങ്ങളുടെ ടീമും വേറൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും
കുറെ സമയം വെയിറ്റ് ചെയ്തു. കുറെ സമയം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ക്ഷീണം വന്ന്, കാരണം ഇത്രയും ഡെലിവറി എത്താനായത്. അപ്പൊ എനിക്ക് കുറെ സമയം നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണാവാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയല്ലോ റൂം കിട്ടി. അതെ, ഇതിന് ടെൻഷനിലായി. ഇപ്പൊ അവസാനം എങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു റൂം വിത്ത് എ സിയോ വിത്തൗട്ട് എ സി ഏതെങ്കിലും പ്രശ്നമില്ല, ഏതെങ്കിലും കുറച്ച് നല്ലൊരു റൂം എനിക്ക് കിട്ടിയാൽ മതി എന്നായി അവസാന ഘട്ടത്തിൽ. കാരണം ഇവള് ക്ഷീണമെല്ലാം കണ്ട് എനിക്കാകെ പേടിയാകാൻ തുടങ്ങി. പിന്നെ എങ്ങനെയൊക്കെ എനിക്ക് കിട്ടി. അവസാനം ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയതോടെ ഞങ്ങൾക്ക് ഒരു റൂം സെറ്റായി കിട്ടി. പക്ഷേ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ഫാമിലി ഉണ്ടായിരുന്നില്ല, അവർക്ക് കിട്ടിയിരുന്നില്ല. അവര് പാവം രാവിലെ നമ്മള് രാവിലെ പോയിട്ട് നമ്മള് റൂമിൽ കയറുന്നത് 1:30 ആയപ്പോഴാണ്. മണിക്കാതെ അവർക്ക് വൈകുന്നേരം. അത്ര വരെ നമ്മൾ ഒരേ എടുത്തിരുന്നു. എനിക്കാണെങ്കിൽ പറ്റുന്നേണ്ടായിട്ടില്ല. ഓക്കെ, നമുക്ക് കിട്ടിയ റൂം 501. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 501 നമുക്ക് കിട്ടിയ റൂം. അപ്പൊ ആ ഒരു ഫ്ലോറിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ആ റൂം. അപ്പൊ അതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിസ്സിസ് അഞ്ജലി ദിലീപ് എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ബീന മാമിന്റെ പേഷ്യന്റ് എന്നെല്ലാം പറഞ്ഞിട്ട് നഴ്സിംഗ് യൂണിറ്റില്. ഒരു ഓർമ്മ, അതൊരു വൈബ് തന്നെയായിരുന്നു. അതെ അതെ. എന്നിട്ട് അതായത് നമ്മൾ ഉച്ചക്ക് അഡ്മിറ്റ് ആയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് ഫ്ലോറിൽ ക്യാൻറ്റീന് മുകളിലായിരുന്നു. അപ്പം മുകളിലേക്ക് പോയി ഫുഡെല്ലാം കഴിച്ച് താഴെ വരുമാന നേഴ്സ്, കുറെ പഠിക്കുന്ന നേഴ്സ് കുട്ടികളുണ്ടായിരുന്നു. അവര് ചേച്ചി ഇങ്ങനെ പറയാണ്ടൊന്നും പോകരുത്, നിങ്ങളിവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത്, റൂമിൽ ഉണ്ടാവണം. പഴംപൊരിയും ചായയൊക്കെ കഴിക്കാൻ വേണ്ടി പഴംപൊരിയും ചായയല്ല, നമ്മള് ചോറുണ്ടാനാവും എനിക്ക്. രണ്ടാമത് മറ്റേ ചായയെല്ലാം കുടിക്കാൻ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇനി ഏച്ചി പോകരുത്, ഇവര് പോയിട്ട് ആരെങ്കിലും വാങ്ങിച്ചോണ്ട് തരുന്നുണ്ടെങ്കിൽ അതേ പറ്റൂ, നിങ്ങൾ ഇനി ഇറങ്ങാൻ പാടില്ല. കാരണം ഇടക്കിടക്ക് എനിക്ക് ഫ്ലൂയിഡ് കുറച്ച് അധികമാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ. അതുകൊണ്ടാണ് ഡെലിവറി കുറച്ച് നേരത്തെ വെച്ചത്. 36 വീക്ക് ആകുമ്പോഴാണ് എനിക്ക് ഡെലിവറി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, BP നോക്കുന്നുണ്ടായിരുന്നു, വാവയുടെ മൂവ്മെന്റ്സ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് എപ്പോഴാ വരുവാന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഇവരെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഇവരിങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോരോ ആൾക്കാർ, ഓരോ നേഴ്സ് കുട്ടികൾ വരുന്നുണ്ട്, ഷുഗർ നോക്കുന്നുണ്ട്, പിന്നെ BP നോക്കുന്നുണ്ട്. പനിയായിട്ടാണല്ലോ ഞാൻ ഒരു ദിവസം മുന്നേ അഡ്മിറ്റ് ആയത്. അപ്പൊ പനിയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, വാവയുടെ മൂവ്മെന്റ്സ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ നഴ്സിംഗ് യൂണിറ്റ് റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാ. അപ്പൊ ഞാൻ ആ ഒരു ഫ്ലോർ മൊത്തം പിന്നെ നടക്കാൻ തുടങ്ങി. ഫുൾ ടൈം നടക്കാം. എക്സസൈസാ. നമ്മളെ നോർമൽ ഡെലിവറിക്ക് വേണമെന്ന് തന്നെയാണല്ലോ എല്ലാവരെയും ആഗ്രഹം. അതുപോലെ എനിക്ക് നോർമൽ ഡെലിവറി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് ഫുള്ള് ഞാൻ നടക്കാൻ തുടങ്ങി. നമ്മള് രണ്ടാളും കൂടി. എനിക്കത് എക്സസൈസ് മാത്രല്ല, നമ്മള് സംസാരിച്ചുകൊണ്ട് നടക്കാനും പറ്റില്ല. കാരണം ഡെലിവറി കഴിഞ്ഞാല് നേരെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴും എന്റെ അടുത്ത് വന്നിട്ട് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഓർണമെന്റ്സ്, അതായത് നമ്മുടെ മാല, പാദസരം, കമ്മല്, റിങ് എല്ലാം അഴിച്ചു വെക്കണം, ലേബർ റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രസവിക്കാൻ കൊണ്ടുപോകുന്നതാണ്, എനിക്ക് വേദനയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞ് ഡെലിവറിന്റെ ഒന്നും അല്ല. ഇല്ല, അതിന് മുന്നേ ഒന്നുമില്ല. അപ്പൊ ഡെലിവറി റൂമിലേക്ക്, ലേബർ റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് വൈകുന്നേരം ആയപ്പോ ഞാനും ഏട്ടനും അമ്മമ്മയും കൂടിയിട്ട്, അമ്മമ്മ വന്നിട്ടുണ്ടായിട്ടില്ലേ? അമ്മമ്മ, നമ്മള് പറഞ്ഞ അമ്മമ്മ ഇല്ലേ, ഇതാണ് ഏട്ടന്റെ അമ്മമ്മയാണ്. അപ്പൊ നമ്മൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പം തൊട്ടിട്ട് എല്ലാ ഓരോ ചെറിയ കാര്യങ്ങൾക്കും എന്റെ അമ്മ നിൽക്കുന്ന പോലെ തന്നെ ഒപ്പരം നിന്ന അമ്മമ്മയാണ്. അപ്പൊ അതിപ്പോ എന്തായാലും ഡെലിവറി സ്റ്റോറി ഞാൻ പറയുന്ന സമയത്ത് എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റൂല. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ട്യൂബിടാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഫ്രഷ് ആവാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ തൊട്ടിട്ട് എനിക്ക് നല്ല ക്ഷീണമെല്ലാം ആയതുകൊണ്ട് കുളിക്കാൻ പോലും അധികം പറ്റുന്നുണ്ടായില്ല. അപ്പൊ അമ്മമ്മയാണ് കുളിപ്പിച്ച് വരെ തന്നത് എനിക്ക് ട്യൂബിടാൻ പോകുന്ന സമയത്ത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ട്യൂബിടാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് പോകുമ്പോ എൻ്റെ അമ്മ റൂമിലായിരുന്നത്. എല്ലാരും പോയി നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ അമ്മ റൂമിലിരുന്ന്. അപ്പോഴും അമ്മമ്മയും ഏട്ടനും കൂടിയിട്ടാണ് നമ്മളെ ലേബർ റൂമിലെ ഫ്രണ്ടിൽ ഉണ്ടായത്. അപ്പൊ ഞാൻ പിന്നെ അമ്മമ്മക്കാണെങ്കിൽ തീരെ സുഖവും ഇല്ല, നടുവിന്റെ എല്ലാം പ്രശ്നമുണ്ട്. എന്നിട്ടും അമ്മമ്മ കഴുത്തിന് പ്രശ്നമുണ്ട്. എനക്കൊന്ന് എന്റെ 9ാം മാസത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്താണ് കഴുത്തെല്ലാം അനങ്ങാൻ പറ്റാണ്ട് ഡോക്ടറെല്ലാം കാണിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നിട്ട് ഞാൻ വരുമ്പോ ഏട്ടൻ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പോഴും അമ്മമ്മ ഞാൻ വരുന്നീ നോക്കിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ലേബർ റൂമിന്റെ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്നെ വീൽ ചെയറിൽ, അപ്പൊ ട്യൂബിട്ട് നല്ല വേദനയും കാര്യമായതുകൊണ്ട് തീരെ നടക്കാൻ പറ്റൂല. അപ്പൊ ഞാന് വീൽ ചെയറിൽ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തന്നെയാണ് അമ്മമ്മ ഇങ്ങനെ എന്നെയും കാത്തിട്ട് ലേബർ റൂം നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഡെലിവറി സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു വെച്ചതായിരുന്നു അമ്മമ്മേനൊന്ന് വീഡിയോയില് പറയണം എന്നുള്ളത്.
അതെ, അന്ന് അപ്പൊ അത് ലോകം മൊത്തം കാണട്ടെ അമ്മമ്മേനെ. പറഞ്ഞില്ല ട്യൂബ് ഇട്ടിട്ട് പുറത്തേരും അമ്മമ്മയാണ് ഉണ്ടായത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് വേദന വരാൻ തുടങ്ങി. ട്യൂബ് ഇട്ടപ്പോ തൊട്ടിട്ട് തന്നെ എനിക്ക് വേദന വരാൻ തുടങ്ങി. അതായത് ഫുഡെല്ലാം പിടിച്ചിട്ട് ഞാനിങ്ങനെ കരയുവേദന വേദന എടുത്തിട്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ട്യൂബ് ഊരിയിട്ട് അതായത് തന്നാൽ അഴിഞ്ഞ് വീണിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ലേബർ റൂമിൽ ഒരു 6:30 ലേബർ റൂമിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ട്യൂബ് വീഴുന്നുണ്ടോ നോക്കി, ട്യൂബ് വീഴുന്നില്ല. അപ്പം ബ്ലഡ് കാണുന്നു. ബ്ലീഡിങ് കൂടുതൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളടുത്ത് പറയണം എന്നൊക്കെ അപ്പൊ ബ്ലീഡിംഗ് പറഞ്ഞായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, നോർമൽ തന്നെ. പക്ഷെ ബാത്റൂം പോകാനെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒന്നാമത് ഈ ട്യൂബ് ഇങ്ങനെ തൂങ്ങുന്നില്ലേ, അപ്പൊ അതും കൊണ്ട് നടക്കാനും എല്ലാം നല്ല, അതായത് എനിക്ക് വേദന വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും പോകുമ്പോഴും കൈ പിടിച്ചിട്ട് തന്നെ പോകുന്നു. പിന്നാന്ന് പറഞ്ഞാൽ ഉറക്കമില്ല. അതും കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ഡെലിവറി കിട്ടണം എന്നുള്ള ഇതിലുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് സന്ധ്യ ആയപ്പോഴേ തന്നെ അച്ഛൻ വന്നു, എൻ്റെ അച്ഛൻ വന്നു, പിന്നെ ഏട്ടൻ്റെ അച്ഛൻ വന്നു, രണ്ടച്ഛന്മാരും എത്തി, അമ്മേൻ്റെ അനിയത്തി മോനും വന്ന്. അനുശ്രീ ആണെങ്കിൽ ഓക്ക് അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഹസ്ബൻഡ് നാട്ടിലില്ല, ഓനും ഷിപ്പിൽ മർച്ചന്റ് നേവിയിലാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, നമുക്ക് ബസ്സിന് വരുന്നതാണെങ്കിൽ 2 ബസ് കയറിയിട്ട് വരണം. ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഓക്ക് വരാൻ ബുദ്ധിമുട്ട്. പക്ഷെ ഓളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താന്നെല്ലാം ചോദിക്കാൻ വേണ്ട. എനിക്ക് അപ്പം തന്നെ ഈ ഒരു ട്യൂബ് ഇടുന്ന വേദന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡെലിവറി എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ എന്നാലും ഫുള്ള് നടത്താട്ടാ, ഞാൻ കിടക്കുകയോ ചെയ്തിട്ടില്ല, ഇരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഹോസ്പിറ്റലിൽ ഫുള്ള് റൗണ്ട് ചെയ്യാൻ ചുറ്റും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇവിടെ കൊടുക്കുക. ഞാനന്ന് രാത്രി 10-11 മണിക്കെല്ലാം നടക്കുന്നത്. ഫുൾ ടൈം ഇരിക്കും, ഫുഡ് കഴിക്കാൻ മാത്രം റൂമിൽ പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് നടക്കും. കാരണം ട്യൂബ് ഇളകി വരട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഒരു 11, അപ്പോൾ 11:30 അങ്ങനെല്ലാം ആയി. അപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ അച്ഛൻ പെട്ടെന്ന് വിളിച്ചാൽ എടുത്തു പറഞ്ഞു, എന്താ ഇത്, വേഗം കിടന്നോ, നാളെ പോണ്ടതല്ലേ ലേബർ റൂമില്. അപ്പൊ രാവിലെ സ്കൂളിൽ പോകുന്ന പോലെ അച്ഛൻ പറയുന്നത് നാളെ അപ്പൊ പോകണ്ടതല്ലേ. ഞാനിങ്ങനെ കുട്ടുവിന്റെ അടുത്ത് പറയുന്നു, എനക്ക് പേടിയാവുന്ന. കാരണം അന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാല് എനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് നിങ്ങൾ വിഷമം അങ്ങനെയെല്ലാം വന്നാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചുറ്റിനും ഇപ്പോഴും എനിക്ക് ആൾക്കാർ വേണം, എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഇപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്കൊരു ചെറിയ വേദനയെല്ലാം പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് കയ്യാണ്ടാവുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ അമ്മയോ അച്ഛനോ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഏട്ടനുണ്ടാവും. അപ്പൊ ഇവരെ 3 ചുറ്റിപ്പറ്റിച്ചാണ് ഞാൻ എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പൊ ഏട്ടൻ ഷിപ്പിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ കിട്ടൂല. എന്നാൽ എനിക്ക് പനി വന്നാൽ പോലും അമ്മ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതില് ഏറ്റവും വലിയ വേദനയാണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ അത് എന്നാ പറയണ്ടേ, ഞാൻ അതുമായിട്ടൊന്ന് കോപ്പപ്പ് ചെയ്തെടുക്കുന്നു എന്നെ കൊണ്ട് എനിക്ക് തീരെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാ ഞാൻ ചെയ്യാൻ, എനിക്കറിയില്ല ഞാനിങ്ങനെ എത്ര സമയം, അതായത് ഏട്ടൻ എന്തായാലും നിനക്ക് നോർമൽ ഡെലിവറി ആയിരിക്കും, നീ പേടിക്കണ്ട. അത് പറയാനുള്ള കാരണം സി സെക്ഷൻ അങ്ങനെ മോശം അതുകൊണ്ടൊന്നല്ല കേട്ടോ. എനിക്ക് സി സെക്ഷൻ ആണ് പറഞ്ഞതെങ്കിൽ നമുക്ക് കുറേ സമയം കഴിയും നമ്മള് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ആൾക്കാരെ കാണാനോ ഒപ്പം ഇരിക്കാനെല്ലാം പറ്റും. അപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മളെ ഡെലിവറി കഴിഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് മാറ്റും. അതുകൊണ്ട് പറഞ്ഞു നിനക്ക് നോർമൽ ഡെലിവറി ആയിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല, കുറേ കേസസിൽ മുന്നേ പെയിന് വന്നിട്ട് കുറേ സമയം 24 മണിക്കൂറെല്ലാം പെയിന് വന്ന് സഹിച്ചിട്ട് നോർമൽ ഡെലിവറി ചെയ്തവരല്ല. അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നോർമൽ ഡെലിവറി ആയിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞപ്പാട് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്നാലും ആ വേദന സഹിച്ച് കിടക്കേണ്ടി ഒറ്റയ്ക്ക്, എനിക്ക് വേദന എടുക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ കൂടെ വേണം എന്നൊന്ന് സമാധാനിപ്പിക്കാൻ. ഇതറിയാത്ത ഏതെല്ലോ നഴ്സുമാരല്ലേ ഉണ്ടാവുന്നത്. അതിന് കൂടെ വന്നിരിക്കാൻ പറ്റുമോ അവിടെ? അല്ല, ചില ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നത്, കൂടെ വന്നിട്ട് ഇരിക്കാൻ, ഡെലിവറി കഴിയുന്നത് വരെ ഹസ്ബൻഡ് കൂടെ നിൽക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് സമയം പിന്നെ അവിടുത്തെ ചെയറിൽ ഇങ്ങനെ ഇരുന്നു, എന്തൊക്കെയോ സംസാരിച്ചിട്ട് അവളിരുന്ന്. അങ്ങനെ ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോയത്. നമ്മൾ അഡ്മിറ്റ് ആയ റൂമിലേക്ക് പോകുമ്പോഴേക്ക് തന്നെ പിന്നെ അതുപോലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടന്റെ അമ്മയും വന്നിന്, അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അനിയത്തി പോയി, അമ്മ അന്ന് പോയിട്ടില്ല, അമ്മ കൂടെ. അപ്പൊ ഞാൻ റൂമിലേക്ക്, നമ്മൾ രണ്ടാളും റൂമിലേക്ക് കയറി പോകുമ്പം എൻ്റെ അമ്മ ഉറങ്ങുന്നു, ഈടുന്നമ്മ ഉറങ്ങുന്നു, അമ്മമ്മ ഉറങ്ങുന്നു, എല്ലാരും നല്ല ഉറക്കത്തില്ല. നമ്മള് കയറി, നമ്മൾ രണ്ടാളും ഉറങ്ങി. പിന്നെ പക്ഷെ എനിക്ക് ഈ ട്യൂബെല്ലാം എനിക്ക് വേദന വരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വയറുവേദന, എന്താന്ന് പറയാൻ പറ്റുന്നില്ല, ഡെലിവറി വേദന. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കിടക്കാൻ തന്നെ എനക്കൊന്ന് ഏകദേശം 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 മണി 1:30 ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയതൊന്ന്.
അത് കഴിഞ്ഞിട്ടൊരു 3 മണിയെല്ലാം ആകുമ്പോൾ അമ്മ വന്നിട്ട് വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് നടക്കുക വേണ്ടേ, നീ ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കില്ല, നിനക്ക് ഉറക്കം ശരിക്കും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇവരറിയുന്നില്ല ഞാൻ ഈ 12 മണിക്കാ വന്ന് കിടന്നതെന്ന് ഇവരറിയുന്നേ ഇല്ല. അവരെ വിചാരം ഞാൻ നേരത്തെ കിടന്നു എന്നുള്ള ധാരണയിലാണ് വന്ന് വിളിച്ചത്. അപ്പം വിളിച്ചപ്പോൾ എന്തായാലും എൻ്റെ ഉറക്കം പോയി. പിന്നെ ഞാൻ വെച്ച് ഏതായാലും നടക്കാൻ എഴുതി ബാത്റൂമിലെല്ലാം പോയി. പിന്നെ അതേപോലെ ആരുമില്ല, ആ ഫ്ലോറിലെ എല്ലാരും ഉറങ്ങുന്നു. ഫുള്ള് അല്ല ലൈറ്റ് ഉണ്ടല്ലോ, കുറച്ച് കുറച്ചേ ഉള്ളൂ, കുറച്ച് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഏട്ടനും ഉറങ്ങുന്നു, ഞാൻ പോയി നടന്നു. ഒരു മണിക്കൂറോളം ഞാനിങ്ങനെ അമ്മ കയ്യും പിടിച്ചിട്ട് ഞാൻ നടന്ന് വന്ന് കിടന്ന്. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെല്ലോ ഉറങ്ങി. കറക്റ്റ് 6 മണിയാകുമ്പോൾ നമ്മൾ നേഴ്സുമാര് വന്ന് വിളിച്ച്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ട്യൂബിട്ട ദിവസം എനിക്ക് വേണ്ടി വാവേനെ മൂവ്മെന്റ് നോക്കുന്നായിരുന്നു. വാവേനെ മൂവ്മെന്റ് നോക്കുന്ന സമയത്ത് ഒരു ട്രെയിനി ആയിട്ടുള്ള പഠിക്കുന്ന നേഴ്സാ വന്നിട്ട് നോക്കുന്നുണ്ടായേ. നോക്കുമ്പോ നേഴ്സ് വന്നിട്ട് പറഞ്ഞ അത് അപ്പാടനെ ഏട്ടൻ ചോദിച്ചു, എന്നാ പറ്റി, എന്തേ? അല്ല അത് കുട്ടീന്റെ അനക്കം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. അപ്പോഴേക്കിന്നെ റൂമിലുണ്ടായി എല്ലാരും ഫുള്ള് ടെൻഷനായി, എല്ലാരും പ്രാർത്ഥനയായി. അനക്ക് ഫുള്ള് കരച്ചിലെല്ലാം വരുന്നു, അനക്കൊന്നും അറിയുന്നില്ല. അപ്പൊ നേഴ്സിനെ ഞാനൊന്ന് പോയിട്ട് ഹെഡ് നേഴ്സിനെ വിളിച്ചിട്ട്, ഡോക്ടറല്ല നേഴ്സിനെ വിളിച്ചിട്ട് വരട്ടേന്ന് പറഞ്ഞു. അപ്പൊ ആ നേഴ്സ് വേഗം വന്നു. നേഴ്സ് നോക്കുന്ന സമയത്ത് ഇല്ല, കിട്ടുന്നില്ല, അവർക്ക് ആ മെഷീനിൽ തിരിയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ടോന്ന് നോക്കാൻ പറയുമ്പോൾ ആളെന്റെ ഉള്ളിൽ നനങ്ങുന്നുണ്ട്. അപ്പൊ എനക്ക് ഏകദേശം ഒരു സമാധാനമായി. പക്ഷെ എന്തുകൊണ്ട് മെഷീനിൽ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, വാവിന്റെ ഹാർട്ട് ബീറ്റ് അനക്കല്ല, വാവിന്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ചങ്ങായി അനങ്ങുന്നുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന്, പക്ഷെ ഹാർട്ട് ബീറ്റ് അതിനകത്ത് കിട്ടുന്നില്ല. നമ്മൾ ആകെ ടെൻഷനായി. അപ്പൊ ആ ഒരു ഹാർട്ട് ബീറ്റില്ലേ, ബും ബും എന്ന് പറഞ്ഞ സൗണ്ട് അത് കേൾക്കുന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് നീ അനക്കം എഴുതുന്നാന്ന് പറ, അവിടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ എടുക്കുമ്പോ ഞാൻ ഇവിടെ അനങ്ങുന്നുണ്ട്. അവിടെ വെക്കുമ്പോ പറയേ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ആടിന് നേരെ മാറിയിട്ട് ഇപ്പുറത്ത് പോയി നിൽക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ അനങ്ങുന്നുണ്ട്. അപ്പൊ അത് അവിടെ തൊടുമ്പോ ഇല്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇത് ഇവിടെ, അതായത് ഇവരെവിടെയാണോ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിട്ട് ആ മെഷീൻ വെക്കുന്നത്, മൂപ്പർ ആടുന്ന് തെന്നി മാറി കളിക്കുമായിരുന്നു. അപ്പൊ നേഴ്സിന്റെ അടുത്താണ്, ഇത് ആള് കുരുത്തം കെട്ട ഒരാളാന്ന് തോന്നുന്നു. കാരണം ഹാർട്ട് ബീറ്റ് എടുക്കാനേ വിടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ലാസ്റ്റ് ഒരു സ്ഥലത്ത് പിടിച്ച് കിട്ടി നമുക്ക് ഹാർട്ട് ബീറ്റ്. അപ്പൊ ഹാർട്ട് ബീറ്റ് കിട്ടി. എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് മൂളിപ്പോ കുരുത്തക്കേട് കളിക്കുമ്പോ ഞാൻ പറയാം, വയറ്റിനുടനെ ഇങ്ങനത്തെ കുരുത്തക്കേടാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ഓക്കെ, പിറ്റേ ദിവസമായി. അപ്പൊ ഡെലിവറിക്ക് വേണ്ടിട്ട് എൻ്റെ അടുത്ത് റെഡി ആവാൻ പറഞ്ഞു. അങ്ങനെ പേടിച്ചിട്ട് കുറച്ചെല്ലാം പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷ് എല്ലാം ആയി. എന്നിട്ട് തന്നെ ട്യൂബ് ഇളകിയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത് 6:30 ആകുമ്പോൾ ലേബർ റൂമിലോട്ടേക്ക് പോകാൻ പറഞ്ഞു നമ്മളടുത്ത്. അപ്പൊ ഞാന് പോകുന്നതിന് മുന്നേ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ലേബർ റൂമിലേക്ക് കയറാൻ പോയിന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞാ ഞാൻ ഇപ്പൊ എത്തിയാടാ, ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ലേബർ റൂമിലേക്ക് നമ്മളെല്ലാരും നേരെ പോയിട്ട് എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചില വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്, നമുക്ക് ട്രിപ്പ് ഇട്ടിട്ട്, അതായത് കാനുലെല്ലാം ഇട്ട് ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത്. ഞാനങ്ങനെ വരുമായിരിക്കും, ഞാൻ കാത്തു പുറത്ത് ഇവരകത്ത് കയറിയതിനു ശേഷം ഞാൻ നമുക്ക് ആ സമയം പിന്നെ യൂട്യൂബും ചാനലിന്റെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മള് ഇതൊന്നും വീഡിയോസ് എടുത്ത് വെച്ചില്ല. പറ്റുമെങ്കിൽ നമ്മള് ഇത് ചാനൽ തുടങ്ങുന്നതെല്ലാം ചിന്തിച്ചിട്ടാണ് നമ്മള് വീഡിയോ എല്ലാം എടുത്ത് വെച്ചത്. അപ്പൊ ഞാനങ്ങനെ നല്ല കുമ്പിയെല്ലാം ആയിട്ട് നടന്നിട്ട് തന്നെയാണ് ഞാൻ ലേബർ റൂമിലോട്ടേക്ക് പോയത്. വീൽ ചെയറിലൊന്നുമല്ല, നടന്നിട്ട് തന്നെ പോയി. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ, അതായത് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് എന്നല്ല, അടുത്ത വീഡിയോ ഇപ്പം ഈ ചങ്ങായി മർച്ചനേവിന്റെ എന്തെങ്കിലും വീഡിയോ വിടും. അപ്പൊ എന്റെ ഡെലിവറി സ്റ്റോറിന്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.